നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ലൈവ് ഉണ്ടാവും. മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ ഒന്ന് കമന്റ് ഇട്ട് കൊടുക്കുക ഗേസ്, മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ. മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമന്റ് ഇടൂ, വേഗം വേഗം കമന്റ് ഇടൂ, പറ്റുന്ന പോലെ ഒന്ന് സഹായിക്കുക. മെമ്പർഷിപ്പ് നിങ്ങൾ മാത്രം ഇന്ന് കണ്ടാൽ മതിയോ? ഇട്ടവരൊക്കെ ഒന്ന് കമന്റ് ഇട്ട് കൊടുക്കുക ഗേസ്. മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ എനിക്ക് രാത്രി രാവിലെ ഉറക്കമില്ല. അതിനിപ്പോ എന്താ, നിന്നോടൊക്കെ ഉറക്കം ഒഴിച്ചു നിന്റെ ലൈവ് കാണാൻ ഞാൻ പറഞ്ഞു. ഇന്നലെ സൂപ്പർ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഏതാണ് ഇഷ്ടപ്പെട്ടത്? മെമ്പർഷിപ്പ് ലൈവ് പൊളിയാണ്, ശങ്കർദാസ്. അതാണ് സൗണ്ട് കേട്ടിട്ട് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ചില ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് യൂട്യൂബിലെ മെമ്പർഷിപ്പ് ലൈവിലെ റാണി എന്നറിയപ്പെടുന്ന നിഷാന. അപ്പൊ കഴിഞ്ഞ ദിവസം ഇവൾക്കൊക്കെ എതിരായിട്ട് ഒരു നിയമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ലൈവിലൂടെ നഗ്നത പ്രദർശനം നടത്തുകയും അതുപോലെ അവരുടെ നഗ്നത കാണിക്കാൻ വേണ്ടി ലൈവിൽ വന്നിട്ട് ആൾക്കാരെ ക്ഷണിക്കുകയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു നിയമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട നിഷാനക്കൊക്കെ അങ്ങ് കലിയങ്ങ് ഇളകിയിരിക്കുക. രണ്ടും കൽപ്പിച്ച് വീണ്ടും ലൈവിലേക്ക് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുക. എന്നിട്ട് ഭയങ്കര കലിപ്പാണ്. എല്ലാവരും ഒന്ന് സഹായിക്കണം, മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ ഒന്ന് അഭിപ്രായം പറയണം, എല്ലാവരും ഒക്കെ ഒന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വെല്ലുവിളി പോലെയാണ്. വീണ്ടും നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് നിഷാനയുടെയൊക്കെ ഒരു പ്രതികരണം. നിഷാന മാത്രമല്ല, വേറെ കുറെ എണ്ണങ്ങളുണ്ട്. എല്ലാത്തിനെയും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്തായാലും നമുക്ക് അടുത്ത താരത്തിലോട്ട് പോകാം. എവിടെയെങ്കിലും ഷൂട്ട് എടുക്കുന്നുണ്ട് ഞാൻ വായും പൊളിച്ചിരിക്കുന്ന കുറെ ഐറ്റങ്ങളുണ്ട്. ഇപ്പൊ പിന്നെ എല്ലാ തോമാരുടെയിലും ഈ ഫോൺ ഉള്ളതുകൊണ്ട് ഉടുക്കത്തെ സൂം ചെയ്ത് നോക്കലും വായനോട്ടം അതും ഇതൊക്കെയാണ്. ഇവന്മാരൊക്കെ എന്ത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി വളരുന്നതോറും ഓരോരുത്തന്മാരുടെ തോന്നിവാസങ്ങളില്ലേ കൂടി വരികയാണ്. അടുത്ത താരാണ് ഹന ഫാത്തിമ. ഓ, ചേച്ചിരായാലും പിന്നെ ഒന്നും പറയണ്ട, ഫുള്ള് ബിക്കിനിയാണ്. എന്താ പറയാ, അവർക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാണിക്കുന്ന ഒരു പ്രത്യേക അവരിതിലെന്തോ ഒരു ഉന്മാദം കണ്ടെത്തുന്നു എന്ന് തോന്നുന്നു. കാരണം സ്വന്തം ശരീരം ഇങ്ങനെ പബ്ലിക്കായിട്ട് പ്രദർശിപ്പിക്കുന്നതിലൂടെ എന്തോ ഒരു ഒരു അവർക്കൊരു ഇതൊരു ലഹരിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതിനൊക്കെതിരെ എത്ര നമ്മൾ പ്രതികരിച്ചാലും എത്ര ബാഡ് കമന്റ് ഇട്ടാലും ഒന്നും അവർക്കതൊരു പ്രശ്നമേ അല്ല. പിന്നെ റീച്ച് ആണല്ലോ. കാരണം ഇതുപോലെയൊക്കെ വന്നു നിന്ന് കഴിഞ്ഞാൽ നല്ല റീച്ച് അല്ലേ. ഇപ്പൊ ആൾക്കാർക്കൊക്കെ അറിയാം നെഗറ്റീവിലൂടെ മാത്രമേ റീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇമ്മാതിരി അപരാധങ്ങളൊക്കെ പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നത്. അതായത് ഫുൾ ബിക്കിനി, ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ബ്രാ വിത്ത് പാൻറ്റീസ് ഇട്ടങ്ങ് വന്ന് നിൽക്കുകയാണ്. പബ്ലിക്കായിട്ട് നിന്ന് വന്നിരുന്ന് വീഡിയോസ് ഒക്കെ എടുക്കുകയാണ്. ഒരു നാണവും ഇല്ലേന്നാ ഓർക്കുന്നത്. ഈശ്വര, ഇവർക്കൊന്നും വീട്ടിൽ അച്ഛനോ അമ്മയും അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ ഒന്നും ഇല്ലേ? ഒരുപക്ഷെ ഇല്ലാത്തവരായിരിക്കണം. അതുകൊണ്ടാണല്ലോ. പിന്നെ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഇതുപോലെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് നല്ല പൈസ കിട്ടുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ വീണ്ടും ഇതുപോലെയൊക്കെ വന്ന് നിന്ന് പ്രദർശിപ്പിക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെയൊക്കെ ആയിട്ടാണ് നിയമങ്ങളൊക്കെ വന്നത്. പക്ഷെ ആർക്കും ഒരു ഭയം വന്നിട്ടില്ല. ഞാൻ പറയുന്നത്, ഇത് കാണുന്ന ആൾക്കാർ ഇതിനെതിരെ പരാതി കൊടുക്കണം. ഇവളൊക്കെ ഇനി പബ്ലിക്കായിട്ട് അവളുടെയൊക്കെ നഗ്നത ഇങ്ങനെ വന്ന് പ്രദർശിപ്പിക്കരുത്. ഇൻസ്റ്റ വൈറൽ താരം തുമ്പി, എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞൊരു പെങ്കൊച്ചാന്ന് തോന്നുന്നു. ആ ഒരു പെങ്കൊച്ച് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അവളുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീവേജ് പ്രദർശിപ്പിക്കുക. അതാണ് പുള്ളിക്കാരുടെ മെയിൻ ഹൈലൈറ്റ്. ക്ലീവേജ് പ്രദർശിപ്പിക്കുക, അതുപോലെ ചെറിയ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുക. ഇപ്പോ വസ്ത്രധാരണത്തെ കുറിച്ചൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കണ്ട എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിപ്പോ ഒന്നുമില്ലാതെ നാളെ ഇറങ്ങി വന്നാലും പറയും അതെന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും തുമ്പി വൈറലായത് ഇതുപോലെ ക്ലീവേജ് കാണിച്ചാണ് പുള്ളിക്കാരിയും വൈറലായത്. എത്ര നെഗറ്റീവ് കമന്റ് കേട്ടാലും എത്ര വിമർശനങ്ങൾ കേട്ടാലും ഒരു നാണോ ഇല്ല, ഒരു ഉളുപ്പുമില്ല. ഓള് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും പ്രശ്നമില്ല, വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് പ്രശ്നം എന്നാണ് ഓള് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അച്ഛനാണോ അമ്മയാണോ? രണ്ടുപേരും. തുമ്പി ഒറ്റ മോളാണോ? ആണോ? പാവ, ആ പെണ്ണിനൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞ സഹതാപമാണ് തോന്നുന്നത്.
കാരണം അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണെന്ന്. മകള് പബ്ലിക്കായിട്ട് വന്നിട്ട് മറച്ചു വെക്കേണ്ട ഭാഗങ്ങളൊക്കെ അങ്ങ് പ്രദർശിപ്പിച്ച് റീച്ച് ഉണ്ടാക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കൊന്നും ഒരു എതിർപ്പുമില്ല. അയ്യോ, നമുക്കൊന്നും ഇതിനെതിരെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ കുറെ എണ്ണങ്ങൾ വന്ന് കമന്റ് ഇടുന്ന, നിനക്കൊക്കെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ നീയൊക്കെ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. നമ്മളൊക്കെ നല്ലതിനെതിരെ സംസാരിച്ചാലും അല്ലെ മോശത്തിനെതിരെ സംസാരിച്ചാലും എന്ത് ചെയ്താലും നമ്മളെ വിമർശിക്കാൻ കുറെ കമന്റ് തൊഴിലാളികളുണ്ട്. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ അങ്ങനെ കമന്റ് ഇട്ടോണ്ടിരിക്കുക. ഇത് ഇതുപോലുള്ള കുറെ എണ്ണങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. പകരം പ്രദർശിപ്പിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല റീൽസുകളും ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന കുറെ എണ്ണങ്ങളാണ് ഇത്. ഇതിനൊക്കെ എത്ര നെഗറ്റീവ് കമന്റ് ഇട്ടാലും ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചാലും വിമർശിച്ചാലും ഇതിനൊന്നും ഒരു നാണവും ഇല്ല, മാനവും ഇല്ല. കാരണം വീട്ടിൽ നിന്ന് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുക. വീട്ടിൽ ഭർത്താവും മക്കളും ഒക്കെ ഉള്ളതായിരിക്കാം. പൈസ കിട്ടുവാണെങ്കിൽ പിന്നെ ആർക്കാ പരാതി? അതുകൊണ്ട് ഭാര്യ പോയിട്ട് എന്തൊക്കെ കാണിച്ചാലും അതിനെതിരെ പ്രതികരിക്കാത്ത കുറെ അവന്മാരുണ്ട്. അതുപോലത്തെ ഏതോ ഒരുത്തിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. അതാണ് പബ്ലിക്കായിട്ട് വന്നിരുന്ന് അങ്ങ് പ്രദർശിപ്പിച്ചേക്കുക. ഇവളുമാരൊക്കെ ഈ വൃത്തികേട് കാണിച്ചിരിക്കുമ്പോൾ ചുറ്റിനും ഒരു 100 ആൾക്കാർ ക്യാമറയായിട്ട് നിപ്പുണ്ടായിരിക്കും. പക്ഷെ ഒരു നാണവും മാനവും ഇല്ലാതെ വീഡിയോ എടുക്കാൻ ഇരുന്ന് കൊടുക്കുന്ന ഇരിപ്പ് കണ്ടോ? അയ്യോ, ഒന്നും പറയാൻ പാടില്ല. ആഹാ, അടുത്തത് രണ്ടെണ്ണം. ഇതുങ്ങൾക്ക് പിന്നെ ഒരു പണിയില്ല കേട്ടോ. അതേ ഒരുത്തനുണ്ടല്ലോ, ഒരു താടിയും മുടിയൊക്കെ വെച്ച് ഏട്ടായിയുടെ കൂടെ റീൽസ് ചെയ്ത് അത്യാവശ്യം ഒന്ന് ആൾക്കാരൊക്കെ ഒന്ന് അറിഞ്ഞായിരുന്നു. അപ്പൊ അതിനുശേഷം വീണ്ടും ഓരോരോ കോപ്രായങ്ങളും കാണിച്ച് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഇതുങ്ങൾക്കും പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലൊക്കെ പട്ടിഷോ കാണിച്ചൊന്ന് വൈറലാക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കും. അയ്യോ, എന്താ ഇതിനൊക്കെ പറയേണ്ട എന്താണ്? എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഓർക്കാം. ഇത് അതുപോലെ കിടന്ന് കുറെ തുള്ളാൻ മാത്രം അറിയാം. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവരുടെയും ഒരു പ്രചോദനം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ രണാസുനയാണ്. രണാസുനയെ പോലെ ഈ പൊട്ടക്കണ്ണം മാവേട്ടെറിഞ്ഞപ്പോ എങ്ങനെയോ ഒന്ന് വൈറലായതുപോലെ എല്ലാവരും വൈറലാകാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കാനാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? രണാസുനയ്ക്ക് കിട്ടിയ പോലെ ഒരു പബ്ലിസിറ്റി വേറെ ആർക്കും കിട്ടുന്നില്ല. അതാണ് ഇതിലൊക്കെയുള്ള സത്യം. എന്തായാലും എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ വന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്നവർക്കെതിരായിട്ട് തീർച്ചയായും നടപടി ഉണ്ടാവണം. കാരണം ഇവളുമാർക്കൊക്കെ അവളുമാരുടെ സ്വന്തം റീച്ചിനും പണത്തിനും വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് വന്ന് കാണിക്കുന്ന ഒരുമാതിരി വൃത്തികേടുകൾ കണ്ട് ഒരുപാട് കുട്ടികൾ അതൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്ന അവളുമാർക്കെതിരെ തീർച്ചയായും നടപടി ഉണ്ടാവണം. ഇതിലിപ്പോ നഗ്നത പ്രദർശിപ്പിച്ചത് നമ്മള് ഒന്ന് രഹന ഫാത്തിമ, അതുപോലെ നിഷാന. അയ്യോ, അവളുടെയൊക്കെ ലൈവ് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ എന്റെ പൊന്നോ, ഒക്കെ രണ്ടും കെട്ട് കിടക്കുക. കാരണം എന്താ, ആരെന്ത് പറഞ്ഞാലും ഒരു വിഷയവും ഇല്ല, പൈസ കിട്ടണം. അപ്പൊ എനിക്ക് പറയണേ, ഇവൾക്കെതിരെ ഒന്നും നമ്മൾ സംസാരിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നിയമം വഴി മാത്രമേ ഇവളുമാരുടെയൊക്കെ ഈ അഴിഞ്ഞാട്ടം നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവളുമാർക്കെതിരെ നിയമപരമായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നഗ്നത പ്രദർശിപ്പിക്കുന്നവർക്കെതിരായിട്ട് നമുക്ക് പൊരുതണം. ഇത് നിർത്തലാക്കണം.